എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ചായ ഇട്ടേ. ഒത്തിരി ജോലിയുള്ള ദിവസം മടി പിടിച്ചിരിക്കത്തില്ല. മടി പിടിച്ചു പോയാൽ എല്ലാം തീർന്നു. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ തുണി അലക്കാനായിട്ട് ഇറങ്ങിയേ. നല്ല അന്തരീക്ഷമാണ്, കുറേ തുണിയുണ്ട് കഴുകാനായിട്ട്, കുറച്ച് കണവയുണ്ട് ഇന്ന് കറി വെക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ മക്കൾക്ക് ചോറൊക്കെ എടുത്തു. ഇന്ന് പ്രത്യേകിച്ച് ഒരു കറിയിൽ എനിക്ക് ഒത്തിരി ജോലിയുള്ള ദിവസമാണ്. മുട്ട വറുത്ത അച്ചാറും കൂട്ടിയിട്ടാണ് കൊടുത്തു വിടുന്നത്. അവർക്കത് ഇഷ്ടമാണ്, അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ അവരെ അങ്ങ് റെഡിയാക്കി സ്കൂളിലോട്ട് വിടുകയാണ്. ഇവരെ വിട്ടിട്ട് വേണം ജോലിയെല്ലാം തീർത്ത് എനിക്ക് തിരിയുടെ കുറച്ച് ഓർഡറുണ്ട്, അതൊക്കെ കൊടുക്കണം, കെട്ടണം, പാക്ക് ചെയ്യണം, എല്ലാം കൊണ്ടും തകൃതി ജോലിയാണിന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അവരെ അങ്ങ് ഒരുക്കുവാണേ. അവൾക്ക് മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് രണ്ടുപേരും ഇറങ്ങുകയാണേ. ഇറങ്ങുമ്പോൾ എനിക്ക് ഇച്ചിരി സങ്കടമാട്ടെ, എല്ലാ വീട്ടിലും ഞാൻ പറയത്തില്ലേ, പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് മാറി ഇരിക്കണ്ടേ. ആ ഒറ്റയ്ക്ക് മാറി ഇരിക്കുന്ന ഇരിപ്പിന്നാണ് ഈ യൂട്യൂബ് ചാനലിലോട്ടൊക്കെ ഞാനങ്ങ് വന്നത്. എൻ്റെ മുഖത്ത് ആ സങ്കടമുണ്ട് മക്കൾ പോകുന്നതിൻ്റെത്. എങ്കിലും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ, പോയി വരട്ടെ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വന്ന് അടുക്കള അങ്ങ് വൃത്തിയാക്കുവാണ്. അടുക്കളയെന്നല്ല, മുഴുവൻ വൃത്തിയാക്കാൻ കിടക്കുക. ഇന്നതെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. പാത്രം കുറച്ചേ ഉള്ളൂ, എങ്കിലും അതെല്ലാം കഴുകി എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് വേണം തുണി അലക്കാനായിട്ട് ഇറങ്ങാനായിട്ട്. പെരക്കെല്ലാം തൂത്തിട്ടിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. വാടക വീടാണേ. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കാം, മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ല. പിന്നെ എല്ലാം ഇങ്ങനെ ചുമ്മാ ഓരോന്ന് ആലോചിച്ചും ചിന്തിച്ചും ഒക്കെ ജോലി ഇങ്ങനെ തീർക്കും. അതാണ്, ഇത് തീർത്തിട്ട് വേണം തിരികെട്ടാനായിട്ട് കയറാനായിട്ട്. അവർ ഒരുങ്ങാനായിട്ട് കയറുമ്പോഴത്തേക്കും എല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെ എല്ലാം ഇടുവന്നേ. പിന്നെ അതെല്ലാം വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. പഴയ മോഡൽ വീടാണേ, അപ്പം സൗകര്യങ്ങൾ കുറവാണ്. അതായത് പുതിയ എല്ലാ വീട്ടിലും ഉള്ളതുപോലുള്ള ഷെൽഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പഴയ മോഡൽ വീടാണ്, എങ്കിൽ നല്ല വീടുമാണ്. മച്ചൊക്കെയുള്ള വീടാണ്. ഇച്ചിരി വലിയ മുറികളൊക്കെ, എല്ലാം തൂത്തുവാരി തുടയ്ക്കാനൊക്കെ ഇച്ചിരി പാടാണ്. പക്ഷെ എന്നും അതൊക്കെ ചെയ്യും. എല്ലാ മുറിയിലെയും ജനലൊക്കെ ഞാൻ തൂക്കുന്നതിനിടയ്ക്ക് എല്ലാം തുറന്നിടുക. സൂര്യപ്രകാശമൊക്കെ എല്ലായിടത്തും കിട്ടിയിട്ടെന്നോർത്ത്. അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ. പക്ഷെ തൂത്തുവാരിന് ഇച്ചിരി പാടാണ് എല്ലാം. അതിന് തന്നെ പോകും 1 മണിക്കൂറോളം. അതാ ഇത്ര സ്പീഡിൽ കാണിക്കുന്നത്. സ്പീഡ് കുറച്ചാണെങ്കിൽ വലിയ വീഡിയോ ആയിപ്പോവേ. എളുപ്പം എല്ലാം ഒന്ന് എല്ലാവരെയും കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ ടേബിളിലിട്ടാണ് തിരി കെട്ടുന്നത്. അപ്പോൾ തുണിയെല്ലാം മാറിയിട്ട് ടേബിളും ഒക്കെ ഒന്ന് തുടച്ച് തൂത്തങ്ങ് ഇറക്കും. ഭയങ്കര കാറ്റാണ് കേട്ടോ വെളിയിൽ. ഞാൻ തൂക്കുമ്പോഴത്തേക്കും അത് അകത്തോട്ട് പിന്നെയും വരും. ഞാൻ അതിന് പൂച്ച ഇറക്കിയിട്ട് കഥ അങ്ങ് അടച്ചു. പൂച്ചയാണെങ്കിൽ കണവയുള്ളതുകൊണ്ട് അടുക്കളയിൽ നിന്ന് മാറുന്നേ ഇല്ലെന്ന്. തൂത്ത് വാരുമ്പം കാറ്റിന് പിന്നെയും പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കും. ഞാനപ്പം എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ട് തുണി കഴുകാനായിട്ട് അങ്ങ് ഇറങ്ങുവാണ്. കുറേ തുണി ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് കഴുകാനായിട്ട്. വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇത്രയും ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ ജോലിക്ക് കയറാനായിട്ട്. അലക്കലിൻ്റെ ഇവിടെ പൈപ്പില്ല കേട്ടോ. വേറെ പൈപ്പിൽ നിന്ന് കുളിമുറിക്കകത്ത് ഓസിട്ടിട്ട് വേണം വെള്ളം പിടിക്കാനായിട്ട്. ഞാൻ പിന്നെ അങ്ങനെ വെള്ളമെല്ലാം നിറച്ച് വെച്ചിട്ട് തുണിയെല്ലാം അങ്ങ് കഴുകുവാണേ. ചിലർ വിചാരിക്കും നമുക്ക് ഒരു പണിയില്ലാഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാനലുമായിട്ടൊക്കെ നടക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയല്ലേ യൂട്യൂബും. ഒരു ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ഒത്തിരി ജോലിയുടെ ഇടയ്ക്കാണ് നമ്മൾ യൂട്യൂബ് എന്നുള്ള സന്തോഷം കണ്ടെത്തുന്നത്. അതെൻ്റെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒത്തിരി ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ഫുള്ള് ജോലി നമ്മൾ നോക്കണം. നമുക്കിവിടെ സഹായിക്കാനൊന്നും ആരും ഇല്ലാത്തതല്ലേ. എന്നും പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കണ്ട് വളർന്നു വരുന്ന 2 മക്കളില്ലേ ഇവിടെ. അതുകൊണ്ട് ഞാൻ മാക്സിമം അതെല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഇപ്പോൾ 10 മണിയായേ. ഓടിപ്പോയി ഞാൻ കുളിച്ചു. കണവെല്ലാം എടുത്തതല്ലേ, തിരി കെട്ടണമെങ്കിൽ കുളിക്കണം. കുളിച്ച് പിന്നെ ഭഗവാനെ ഒന്ന് തൊഴുത് എന്നും പതിവ് പോലെ ഇച്ചിരി ചന്ദനം എല്ലാം തൊട്ട് ഞാൻ തിരി കെട്ടാനായിട്ട് അങ്ങ് കയറുവാണേ. ഇന്ന് കെട്ടുന്നതിനെക്കാട്ടി മുമ്പേ തുണി കുറേ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ തുണിയെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് ഒരു കർപ്പൂരം കത്തിച്ചിട്ട് തിരി കെട്ടാനായിട്ട് കയറിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം. ഇതെന്നും ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ശീലങ്ങൾ, എൻ്റെ ജോലി, ഇതെല്ലാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക. വേറെ ഒന്നുമില്ല. എല്ലാം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ചുമ്മാ അതിരുന്ന് ആരും സമയം കളയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് കേട്ടോ. ഞാൻ കുറേ നാളൊന്നും ചെയ്യാതിരുന്ന സമയം കളഞ്ഞൊരു വ്യക്തിയാണ്. പിന്നാണ് എനിക്കിപ്പോൾ അതിലൊക്കെ ഭയങ്കര വിഷമം. അത്രയും സമയമൊക്കെ ഞാൻ കളഞ്ഞല്ലോ എന്നോർത്ത്. ഇപ്പം എൻ്റെ പഠിത്തവും ഇനി ഈ തിരിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പഠിക്കാൻ കയറാനായിട്ട്. നോട്ട് എഴുത്ത്, അസൈൻമെൻറ്റ് ചെയ്യൽ, മക്കളെ പഠിപ്പിക്കൽ, ഫുള്ള് ബിസി ആയിരിക്കും. അപ്പം നമ്മുടെ മൈൻഡ് വേറെ എങ്ങും പോകത്തില്ല.
ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോഴാണെന്നേ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അവരത് പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ സമയം കളയുന്നത്. അങ്ങനൊന്നും ആരും സമയം കളയല്ലേ. നമ്മുടെ കാര്യത്തിന് വേണ്ടി സമയം ചിലവഴിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക.